ഹായ് ഫ്രണ്ട്സ്, ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷൻ മലയാളം യൂട്യൂബ് ചാനലിന്റെ PLC പ്രോഗ്രാമിംഗ് ട്യൂട്ടോറിയൽ സീരീസിലെ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത് ഒരു ലാച്ചിങ് സർക്യൂട്ട് അല്ലെങ്കിൽ ഹോൾഡിംഗ് സർക്യൂട്ട് എങ്ങനെ PLCയിൽ ചെയ്യാമെന്നുള്ളതും അതുപോലെ സെറ്റ് ബിറ്റ് ഇൻസ്ട്രക്ഷൻ, റീസെറ്റ് ബിറ്റ് ഇൻസ്ട്രക്ഷൻ അതെങ്ങനെ നമ്മൾ PLCയിൽ ചെയ്യാമെന്നുള്ളതും ഒക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഇതിന്റെ മുന്നുള്ള വീഡിയോയിൽ നമ്മൾ ഒരു ഇൻപുട്ട് ഓൺ ആക്കിയിട്ട് നമ്മൾ അതിന് സീരീസ് ആയിട്ട് ഒരു ഔട്ട്പുട്ട് കോയിലോ അല്ലെങ്കിൽ മെമ്മറി ബിറ്റോ ഒക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് അതിനെ ഓൺ ആക്കണമെന്നുണ്ടെങ്കിൽ ആ ഇൻപുട്ട് ഓൺ ആക്കിയിട്ട് നമുക്ക് ഔട്ട്പുട്ട് ഓൺ ആക്കാം എന്നുള്ളത് കണ്ടിരുന്നു. അത് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് അതുപോലെ നമ്മൾ ആ ഇൻപുട്ട് ഓൺ ആക്കിയിട്ട് നമ്മൾ ഔട്ട്പുട്ട് ഓൺ ആക്കുന്നതിന് പകരം ഇൻപുട്ട് ഓൺ ആക്കിയിട്ട് നമ്മൾ ഔട്ട്പുട്ട് ഓൺ ആക്കുകയും എന്നാൽ ഇൻപുട്ട് ഓഫായി പോയി കഴിഞ്ഞാലും നമുക്ക് ഔട്ട്പുട്ട് ഓൺ ആക്കി തന്നെ നിലനിർത്തണമെന്നുണ്ടെങ്കിൽ അതിനാണ് നമ്മൾ സെറ്റ് ബിറ്റ് ഇൻസ്ട്രക്ഷൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ സെറ്റ് ബിറ്റ് ഇൻസ്ട്രക്ഷനിൽ എങ്ങനെ വർക്ക് ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ഇൻപുട്ട് കണ്ടീഷൻ ഓൺ ആകുമ്പോൾ ഈ ബിറ്റ് സെറ്റ് ആവുകയും എന്നിട്ട് ഇൻപുട്ട് കണ്ടീഷൻ വീണ്ടും ഓഫ് ആയി കഴിഞ്ഞാൽ അത് ബിറ്റ് സെറ്റ് ആയിട്ട് തന്നെ ഓൺ ആയിട്ട് തന്നെ നിലനിൽക്കുകയും അതിലേക്ക് ആ അഡ്രസ്സിലേക്ക് നമ്മൾ റീസെറ്റ് ഇൻസ്ട്രക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ മാത്രമാണ് പിന്നെ ആ ബിറ്റ് റീസെറ്റ് ആവുന്നത്. അപ്പോൾ അത് നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇന്ന് പ്രാക്ടിക്കൽ വീഡിയോയിലൂടെ ചെയ്തു തന്നെ നോക്കാം. അപ്പോൾ നമുക്ക് കമ്പ്യൂട്ടർ അതിൻ്റെ PLC പ്രോഗ്രാമിങ്ങിലോട്ട് പോകാം. നമുക്ക് ആദ്യം ഡെൽറ്റ WPL സോഫ്റ്റ് ഓപ്പൺ ചെയ്തുകൊണ്ട് നമുക്കൊരു പുതിയ പ്രോഗ്രാം ഉണ്ടാക്കാം. അതിനായിട്ട് WPL സോഫ്റ്റിന്റെ ഈ ഐക്കണിൽ ഡബിൾ ക്ലിക്ക് ചെയ്തുകൊണ്ട് WPL സോഫ്റ്റ് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ഇനി ഇതിൽ ഫയലിൽ ഒരു ന്യൂ കൊടുത്തിട്ട് നമുക്ക് ഇതിന്റെ ഒരു പുതിയ പ്രോഗ്രാം ഉണ്ടാക്കാം. അതിന്റെ പ്രോഗ്രാമിന്റെ പേര് നമുക്ക് ഫസ്റ്റ് പ്രോഗ്രാം എന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ലാച്ചിങ് സർക്യൂട്ട് എന്നോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കാം. ഒരു ലാച്ചിങ് സർക്യൂട്ട് എന്ന് കൊടുക്കാം. സർക്യൂട്ട് എന്ന് കൊടുത്തിട്ട് ഓക്കെ കൊടുക്കാം. PLC നമുക്ക് ഇവിടെ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. നമ്മളിപ്പോൾ ആക്ച്വൽ റിയൽ PLC ഉപയോഗിച്ചിട്ടല്ല, നമ്മൾ സിമുലേറ്റർ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇവിടെ ഏത് PLC നമുക്ക് കൊടുക്കാം. നമ്മൾ PLC ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇവിടെ ഏതാണോ നമുക്ക് വേണ്ട PLC അത് സെലക്ട് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. നമുക്കപ്പോൾ ഇത് കൊടുത്തിട്ട് ഓക്കെ കൊടുക്കാം. ഇനി ഇതൊന്ന് മാക്സിമൈസ് ചെയ്താൽ വേണ്ടി ഓക്കെ. ഇനി നമുക്ക് നമുക്ക് കഴിഞ്ഞ പ്രോഗ്രാമിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ഒരു സ്വിച്ച് വെച്ചിട്ട് ഒരു ഔട്ട്പുട്ട് ഓൺ ആക്കുന്നത് എങ്ങനെയെന്നുള്ളതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ഇനി നമ്മൾ അതുപോലെ തന്നെ നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു ലാച്ചിങ് സർക്യൂട്ട് എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ്, അല്ലെങ്കിൽ ഒരു DOL സ്റ്റാർട്ടറിന്റെ ഒരു വർക്കിംഗ്. അത് DOL സ്റ്റാർട്ടറിന്റെ വർക്കിംഗും ഇതുമായിട്ട് സെയിം ആണ്. DOL സ്റ്റാർട്ടറിന്റെ വർക്കിങ്ങും ഇതും എങ്ങനെ ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് ഈ ഇതിൽ നോക്കാം. അപ്പൊ നമുക്ക് അതിനായിട്ട് നമ്മൾ ഇവിടുന്ന് ഒരു NO കോണ്ടാക്ട് എടുത്തിട്ട് അതിന്റെ ഒരു ഇൻപുട്ട് ഏതാണ് കൊടുക്കുന്നത്, ഇൻപുട്ട് X0 എന്ന് പറഞ്ഞ ഇൻപുട്ടാണ് നമ്മൾ കൊടുക്കുന്നത് വിചാരിക്കുക. അപ്പൊ X0 കൊടുത്തിട്ട് എന്ത് ചെയ്യാം, X0 നമുക്കിവിടെ സ്റ്റാർട്ട് എന്ന് കൊടുക്കാം. ഇതൊരു പുഷ് ബട്ടൺ ആണെന്ന് കരുതുക. സ്റ്റാർട്ട് എന്ന് കൊടുത്തിട്ട് നമ്മളത് ഓക്കെ കൊടുക്കുന്നു. ഇനി ഇവിടെ നമുക്കിപ്പോ ഈ X0 എന്ന് മാത്രമേ കാണുന്നുള്ളൂ, നമുക്ക് ഇതിന്റെ കമന്റ് കാണുന്നില്ല. അപ്പൊ കമന്റ് കാണാൻ നമ്മൾക്ക് എന്ത് ചെയ്യണം, വ്യൂ എന്ന് പറഞ്ഞ ഇവിടെ നമ്മൾ വ്യൂവിൽ പോയിട്ട് നമ്മൾ ഷോ കമന്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ കമന്റ് കാണുന്നതായിരിക്കും. ഇപ്പൊ കണ്ടോ, ഇവിടെ കമന്റ് സ്റ്റാർട്ട് എന്ന് പറഞ്ഞ പുഷ് ബട്ടൺ, അതിന്റെ പേര് ഇവിടെ കാണുന്നുണ്ട്. ഇനി സ്റ്റാർട്ട് കൊടുക്കുക. ഇനി നമുക്ക് ഒരു സ്റ്റോപ്പ് പുഷ് ബട്ടൺ കൊടുക്കണം. ഒരു സ്റ്റോപ്പ് പുഷ് ബട്ടൺ എടുത്തിട്ട് നമ്മൾ X1 ഒന്നാമത്തെ ഇൻപുട്ട് ആയിട്ട് കൊടുക്കാം. അത് X1 എന്നുള്ള ഒന്നാമത്തെ ഇൻപുട്ട് നമ്മൾ എന്ത് ചെയ്ത് നമ്മൾ കൊടുത്തിട്ട് അത് സ്റ്റോപ്പ് പുഷ് ബട്ടൺ ആക്കി കൊടുത്തിട്ട് നമ്മൾ സ്റ്റോപ്പ് പുഷ് ബട്ടൺ എന്ന് തന്നെ കൊടുക്കാം. പുഷ് ബട്ടൺ എന്ന് കൊടുത്തിട്ട് അത് ഓക്കെ കൊടുക്കുക. ഇനി നമുക്ക് ഇതിന്റെ ഔട്ട്പുട്ട് ഇവിടെ ഒരു ഔട്ട്പുട്ട് കോയിൽ കൊടുക്കണം. ഔട്ട്പുട്ട് അപ്പൊ ആ ഔട്ട്പുട്ട് കൊടുക്കാനായി വേണ്ടിയിട്ട് നമ്മൾ ഈ കോയിൽ കൊടുത്തിട്ട് ഇപ്പൊ Y0 എന്ന് പറയുന്ന ഔട്ട്പുട്ട് കൊടുക്കുക എന്ന് കരുതുക. Y0 എന്ന് പറയുന്ന ഔട്ട്പുട്ടാണ് നമ്മൾ ഇത് കൊടുക്കുന്നത്. അല്ലെങ്കിൽ മോട്ടറോ അല്ലെങ്കിൽ ലൈറ്റോ എന്തെങ്കിലും ആണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ DOL സ്റ്റാർട്ടർ ആണെന്നുണ്ടെങ്കിൽ ആ മോട്ടർ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്ന ഇവിടെ നമ്മൾ ഇതിൽ
ഇവിടെ മോട്ടർ എന്ന് കൊടുക്കാം, മോട്ടോർ എന്ന് കൊടുക്കാം, മോട്ടോർ എന്ന് കൊടുത്തിട്ട് ഇനിയിപ്പോൾ ഇതിപ്പോൾ നമ്മൾ ഇത് റൺ ചെയ്ത് നോക്കാം. ഈ ഒരു പ്രോഗ്രാം നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. ഇത് റൺ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇത് റൺ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ PLC സിമുലേറ്ററിലാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സിമുലേറ്റർ ഓൺ ആക്കാം. സിമുലേറ്റർ ഓൺ ആക്കാൻ വേണ്ടിയിട്ട് ഇവിടെയുള്ള ഈ സിമുലേറ്റർ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. സിമുലേറ്റർ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കണ്ടോ സിമുലേറ്റർ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഇവിടെ ഇത് വരും, ഇൻഡിക്കേഷൻ വരും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ സിമുലേറ്ററിലേക്ക് നമുക്ക് പ്രോഗ്രാം ഡൗൺലോഡ് ചെയ്യണം. അപ്പോൾ പ്രോഗ്രാം ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ റൈറ്റ് ടു PLC എന്ന് പറയുന്ന ഈ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് PLCയിലോട്ട് പ്രോഗ്രാം ഓക്കെ കൊടുത്തിട്ട് PLCയിലോട്ട് പ്രോഗ്രാം ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ ഇത് കമ്പൈൽ ചെയ്തിട്ടില്ല, കമ്പൈൽ ചെയ്യണോ എന്ന് ചോദിക്കും. അപ്പോൾ കമ്പൈൽ ചെയ്യണമെന്ന് യെസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പ്രോഗ്രാം ഡൗൺലോഡ് ആവുന്നതായിരിക്കും. ഇപ്പോൾ പ്രോഗ്രാം PLCയിലോട്ട് ഡൗൺലോഡ് ആയിട്ടുണ്ട്. PLCയിലോട്ട് മീൻസ് സിമുലേറ്ററിലോട്ട് ഡൗൺലോഡ് ആയിട്ടുണ്ട്. ഇനി ഇതിന്റെ നമുക്ക് ഓൺലൈൻ മോഡിൽ പോയി നോക്കാം. ഓൺലൈൻ മോഡിൽ അതായത് ഇതിന്റെ സ്റ്റാറ്റസും കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിലാണ് നമ്മൾ ഓൺലൈൻ മോഡിൽ പോകുന്നത്. അപ്പോൾ ഓൺലൈൻ മോഡിൽ പോകുന്നതിനായിട്ട് നമ്മൾ ഈ ഓൺലൈൻ മോഡ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ താഴെ കാണിക്കുന്നുണ്ട് സ്റ്റോപ്പ് മോഡിലാണ് സിമുലേറ്റർ. ഇത് PLC ഇപ്പോൾ ഉള്ളത് സ്റ്റോപ്പ് മോഡിലാണ്. അപ്പോൾ ഇനി ഇത് സ്റ്റാർട്ട് മോഡിലേക്ക് കൊടുക്കുവാനായിട്ട് എന്ത് ചെയ്യുക, സ്റ്റാർട്ട് ചെയ്യാൻ PLC റൺ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ റൺ എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിന്റെ കൺഫർമേഷൻ യെസ് കൊടുത്തു കഴിഞ്ഞാൽ PLC റൺ ആവുന്നതായിരിക്കും. ഇനി നമുക്ക് ഇതിന്റെ എന്ത് ചെയ്യാം, ഇനി നമുക്ക് ഇതൊന്ന് ഓൺ ആക്കി ഈ ഇപ്പോൾ സ്റ്റോപ്പ് പുഷ് ബട്ടൺ NC ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ സ്റ്റോപ്പ് പുഷ് ബട്ടൺ പ്രസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിലാണ് നമുക്ക് എന്ത് ചെയ്യുക, ഇതിന്റെ ഔട്ട് പോവുക. അപ്പോൾ സ്റ്റോപ്പ് പുഷ് ബട്ടൺ പ്രസ് ചെയ്തില്ല. ഇനി സ്റ്റാർട്ട് പുഷ് ബട്ടൺ നോക്കി കഴിഞ്ഞാൽ സ്റ്റാർട്ട് പുഷ് ബട്ടൺ നമുക്കൊന്ന് ഓൺ ആക്കി നോക്കാം. അപ്പോൾ അത് ഓൺ ആക്കുക എന്ന് പറയുന്നത് നമ്മൾ സിമുലേറ്ററിൽ ഇത് നമ്മൾ റിയൽ പുഷ് ബട്ടണും PLC ഒക്കെ വെച്ച് ചെയ്യുമ്പോൾ നമ്മൾ പുഷ് ബട്ടൺ ഓൺ ആക്കുക എന്ന് പറയും. പുഷ് ബട്ടൺ നിൽക്കുന്നതിന് പകരം നമ്മൾ ഇവിടെ സിമുലേറ്ററിൽ ചെയ്യൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അതിന്റെ റൈറ്റ് ക്ലിക്ക് അടിച്ചിട്ട് സെറ്റ് ഓൺ എന്ന് കൊടുക്കുക. അപ്പൊ സെറ്റ് ഓൺ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ പുഷ് ബട്ടൺ പ്രസ് ചെയ്ത പോലെ അവസ്ഥയിലായി, അല്ലെങ്കിൽ സ്വിച്ച് ഓൺ ആക്കിയ പോലെയായി. അപ്പൊ സ്വിച്ച് ഓൺ ആക്കി. ഇനി നമുക്ക് ഈ സ്വിച്ച് ഓൺ ആക്കി കഴിഞ്ഞിട്ട് നമ്മൾ ആ സ്വിച്ച് നമ്മൾ പുഷ് ബട്ടണിൽ നിന്ന് കൈ എടുക്കുക എന്ന് വിചാരിക്കുക. പുഷ് ബട്ടണിൽ നിന്ന് കൈ എടുക്കുക അല്ലെങ്കിൽ സ്വിച്ച് ഓഫ് ആക്കുക എന്ന് ഓഫ് ആക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പൊ അത് പുഷ് ബട്ടണിൽ നിന്ന് കൈ എടുക്കാൻ നമ്മൾ സിമുലേറ്ററിൽ ചെയ്യുന്നത് ഈ സെറ്റ് ഓഫ് എന്ന് പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ സെറ്റ് ഓഫ് എന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ ആ ഔട്ട്പുട്ടും ഓഫായി. അപ്പൊ ഇത് ലാച്ച് ആയിട്ടില്ല. അപ്പൊ ഇതിനെ ലാച്ച് ചെയ്ത് നിർത്തണം എന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത് എന്നുള്ളതാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. ലാച്ച് ചെയ്ത് നിർത്തണമെന്നുണ്ടെങ്കിൽ ഈ Y0യുടെ നമ്മൾ പുഷ് ബട്ടണിന് പാരലൽ ആയിട്ട് നമ്മൾ ഇതിന്റെ റിലേയും പിന്നെ പുഷ് ബട്ടനും ഒക്കെ എടുത്തിട്ട് നമ്മൾ ഇത് ലാച്ചിങ് സർക്യൂട്ട് ചെയ്തപ്പോൾ നമ്മൾ എന്തായിരുന്നു ചെയ്തിരുന്നത്, പുഷ് ബട്ടണിന് പാരലൽ ആയിക്കൊണ്ട് നമ്മൾ ആ കോണ്ടാക്ടറിന്റെ എണ്ണോ എടുത്തിട്ട് നമ്മൾ ഈ പുഷ് ബട്ടണിന് പാരലൽ ആയിട്ട് കൊടുക്കുകയാണ് ചെയ്തിരുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഈ ഔട്ട്പുട്ടിന്റെ എണ്ണോ എടുത്തിട്ട് Y0യുടെ ഒരു എണ്ണോ കോണ്ടാക്ട് എടുത്തിട്ട് നമ്മൾ ഈ പുഷ് ബട്ടണിന് പാരലൽ ആയി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അത് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സിമുലേറ്റർ മോഡിൽ നിന്നും പോയിട്ട് സിമുലേറ്റർ മോഡിൽ നിന്ന് ഓഫ് ആക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ എന്ത് ചെയ്യാം, ഇത് ഈ പ്രോഗ്രാം മാറ്റി എഴുതാം. പ്രോഗ്രാമിൽ എന്ത് ചെയ്യണം, Y0യുടെ ഒരു എണ്ണോ എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ഇവിടെ Y0യുടെ എണ്ണോ എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ഇവിടെ Y0യുടെ എണ്ണോ എടുത്തിട്ട് നമുക്ക് Y0 കൊടുത്തിട്ട് Y0 മോട്ടർ അതിന്റെ എണ്ണോ എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ഇവിടെ ഇതിന് പാരലൽ ആക്കി കൊടുക്കണം. ഈ പുഷ് ബട്ടന് പാരലൽ ആക്കി കൊടുക്കണം. അപ്പോൾ പുഷ് ബട്ടന് പാരലൽ ആക്കി കൊടുക്കുമ്പോൾ എന്നിട്ട് നമുക്ക് ഒരു വെർട്ടിക്കൽ ലൈൻ ഇവിടെ കൊടുക്കുക. ഒരു വെർട്ടിക്കൽ ലൈൻ ഇവിടെ കൊടുത്തു കഴിഞ്ഞിട്ട് ഇപ്പോൾ അത് ലാച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് റൺ ചെയ്ത് നോക്കാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് സിമുലേറ്റർ ഓൺ ആക്കാം. സിമുലേറ്റർ ഓൺ ആക്കിയിട്ടുണ്ട്. അതിന് പ്രോഗ്രാം PLCയിലോട്ട് ഡൗൺലോഡ് ചെയ്യാം. PLCയിലോട്ട് ഡൗൺലോഡ് ചെയ്ത് ഓക്കെ കൊടുക്കാം. അപ്പൊ കമ്പൈലിന് യെസ് കൊടുക്കാം. കമ്പൈൽ ചെയ്തിട്ട് പ്രോഗ്രാം ഡൗൺലോഡ് ആയിട്ടുണ്ട്. ഇനി ഇത് ഓൺലൈൻ മോഡിൽ പോയിട്ട് PLC റൺ ചെയ്യാം. PLC റൺ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതൊന്ന് വർക്ക് ചെയ്യിച്ച് നോക്കാം. ഇത് വർക്ക് ചെയ്യും. നമുക്ക് ഇനി
സെറ്റ് പുഷ് ബട്ടൺ ഓൺ ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പുഷ് ബട്ടൺ പ്രസ് ചെയ്യുന്നത് എന്ന് പറഞ്ഞതുപോലെ നമുക്കത് സെറ്റ് ഓൺ കൊടുത്തിട്ട് നമുക്കത് പുഷ് ബട്ടൺ ഓൺ ആക്കാം. പുഷ് ബട്ടൺ ഓൺ ആക്കി ഇനി പുഷ് ബട്ടണിൽ നിന്ന് കൈ എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുഷ് ബട്ടണിൽ നിന്ന് കൈ എടുക്കുമ്പോൾ നമ്മളത് സെറ്റ് ഓഫ് കൊടുത്തു കഴിഞ്ഞാലും ഇവിടെ കണ്ടോ, ഇവിടെ ഈ ഔട്ട്പുട്ട് ഓൺ ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ട് ഇപ്പോൾ. അപ്പോൾ ഇതിലൂടെ നമുക്ക് ഔട്ട്പുട്ട് ഓൺ ആയിട്ട് തന്നെ ഇതിന്റെ ഔട്ട്പുട്ടിന്റെ NO കോണ്ടാക്റ്റിലൂടെ നമുക്ക് എന്ത് ചെയ്യും, ഈ ഔട്ട്പുട്ട് ഇപ്പം ഓൺ ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. അപ്പൊ ഇതാണ് PLCയിലെ ലാച്ചിങ് സർക്യൂട്ട് ഇങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. ഇനി നമുക്ക് ഇന്നത്തെ വീഡിയോയുടെ അടുത്ത കണ്ടന്റ് ആണ് സെറ്റ് ഇൻസ്ട്രക്ഷനും സെറ്റ് ബിറ്റ് ഇൻസ്ട്രക്ഷനും റീസെറ്റ് ബിറ്റ് ഇൻസ്ട്രക്ഷനും. അപ്പം ഇപ്പൊ നമ്മൾ ഇത് ലാച്ച് ചെയ്തിട്ട് ഈ സർക്യൂട്ടിന്റെ ഈ ഔട്ട്പുട്ടിന്റെ NO കോണ്ടാക്ട് എടുത്തിട്ട് പുഷ് ബട്ടൺ പാരലാക്കി കൊടുത്താണ്ടാണ് നമ്മൾ ഇത് ലാച്ച് ചെയ്തത്. ഇനി അതല്ലാതെ നമുക്ക് എങ്ങനെ ചെയ്യാം, സെറ്റ് ഇൻസ്ട്രക്ഷൻ വെച്ചിട്ടും റീസെറ്റ് ഇൻസ്ട്രക്ഷൻ വെച്ചിട്ടും നമുക്ക് ഇതേ കാര്യം തന്നെ ചെയ്യാം. അത് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അപ്പൊ അത് ചെയ്യുന്നതിനായിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ഇതിന്റെ പ്രോഗ്രാം മാറ്റി എഴുതുന്നതുണ്ട്. മാറ്റി എഴുതാൻ വേണ്ടിയിട്ട് നമ്മൾ സിമുലേറ്ററിൽ സിമുലേറ്റർ ഓഫ് ആക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അത് ഇവിടെ ഡിലീറ്റ് കൊടുത്തിട്ട് എന്ത് ചെയ്യാം, ഇനി ബാക്ക് സ്പേസ് അടിച്ചിട്ട് നമുക്ക് ഈ പ്രോഗ്രാം മാറ്റി എഴുതാം. ഇവിടെ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു NO കോണ്ടാക്ട് എടുത്തു. ഈ NO കോണ്ടാക്ട് നമുക്ക് ഇങ്ങനെ തന്നെ ചെയ്യണമെന്നില്ല. ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങനെയും ചെയ്യാം. ഇതിന്റെ ഷോർട്ട് കട്ട് ഉപയോഗിച്ച് അല്ലെങ്കിൽ ടൈപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് ഇത് ചെയ്യാവുന്നതാണ്. LDX0 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ LDX0 ഇപ്പൊ നമ്മൾ X0 അവിടെ ഉപയോഗിച്ചിട്ടുണ്ട്, X1 ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ അടുത്ത് വേറൊരു ഇത് വെച്ചിട്ട് ചെയ്ത് നോക്കാം. നമുക്ക് X2 എന്ന് കൊടുത്തുക. LDX2 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ നമ്മൾ ഇവിടുന്ന് ഒരു NO കോണ്ടാക്ട് എടുത്തിട്ട് നമ്മൾ ഇവിടെ ഇങ്ങനെ ചെയ്യുന്ന അതേ സംഭവം തന്നെ ഇവിടെ ഇതിൽ വരും. ഇവിടെ LDX2 എന്ന് കൊടുത്തപ്പോൾ അങ്ങനെ വന്നു. ഇനി എന്ത് ചെയ്തു, അതേപോലെ NC കോണ്ടാക്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ LDI സ്പേസ് X3 എന്ന് കൊടുക്കാൻ പറ്റും. X3 അപ്പോൾ അതിന്റെ NC കോണ്ടാക്റ്റും വന്നു. ഒരു NC കോണ്ടാക്ട് നമുക്ക് ഇവിടെ കിട്ടി. അപ്പോൾ നമുക്ക് ഇവിടെ ഇപ്പം NC കോണ്ടാക്ട് വേണ്ട. ഇത് ഞാൻ എങ്ങനെ ചെയ്യുന്നു എന്ന് കാണിച്ചു തരാൻ വേണ്ടി ആണ് ചെയ്തത്. NC കോണ്ടാക്ട് എങ്ങനെ എടുക്കുന്നത് എന്ന് കീബോർഡിലൂടെ എങ്ങനെയാണ് അത് ചെയ്യുന്നത് എന്ന് കാണിച്ചു തരാനാണ് ഞാൻ ചെയ്തത്. ഇനി ഇപ്പോൾ നമുക്ക് X2 ഓൺ ആക്കുമ്പോൾ ഒരു ഔട്ട്പുട്ട് സെറ്റ് ചെയ്യണമെന്ന് കരുതുക. ഇപ്പോൾ ഇവിടെ എന്ത് ചെയ്യാം, ഔട്ട്പുട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൽ എന്തുണ്ട്, ഇവിടെ നമുക്ക് ഈ അപ്ലിക്കേഷൻ ഇൻസ്ട്രക്ഷൻസിൽ ഫങ്ഷൻസിൽ പോയിട്ട് സെറ്റ് എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷൻ ഉണ്ട് ഇവിടെ. ഈ സെറ്റ് എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷന് എന്ത് ചെയ്യാം, ഇതിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഇൻസ്ട്രക്ഷന്റെ വിൻഡോ പോപ്പപ്പ് ചെയ്ത് വരും. ഇവിടെ എന്താണോ നമുക്ക് സെറ്റ് ചെയ്യേണ്ടത്, അതായത് ഔട്ട്പുട്ട് കോയിലാണോ അല്ലെങ്കിൽ മെമ്മറി ബിറ്റ് ആണോ അല്ലെങ്കിൽ സ്റ്റെപ്പ് റിലേ ആണോ എന്ന് കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്കിപ്പോൾ ഒരു ഔട്ട്പുട്ട് കോയിൽ തന്നെ കൊടുക്കാം. അപ്പൊ ഏതാണോ നമ്മൾ സെലക്ട് ചെയ്യുക, ഔട്ട്പുട്ട് കോയിലാണോ മെമ്മറി ബിറ്റ് ആണോ സ്റ്റെപ്പ് റിലേ ആണോ നമുക്ക് വേണ്ടത്, അതിനനുസരിച്ചിട്ട് ഏതാണോ നമുക്ക് വേണ്ടത് അതിനനുസരിച്ചിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾക്കിപ്പോൾ ഒരു ഔട്ട്പുട്ട് കോയിൽ തന്നെ കൊടുക്കാം. ഔട്ട്പുട്ട് കോയിലിന്റെ എത്രാമത്തെ ഔട്ട്പുട്ട് കോയിലാണ് നമുക്ക് സെറ്റ് ചെയ്യേണ്ടതെന്നുള്ളത് ഒരു Y1 എന്ന് കൊടുക്കാം. നമുക്ക് ഒന്നാമത്തെ ഇൻപുട്ട് കൊടുക്കാം. ഒന്നാമത്തെ ഇൻപുട്ട് 0th അല്ല, ഒന്നാമത്തെ ഇൻപുട്ട് നമുക്ക് എന്ത് ചെയ്യാം, അതിൽ ഒന്നാമത്തെ ഔട്ട്പുട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് കൊടുക്കാം. അപ്പോൾ എന്നിട്ട് ഇവിടെ OK കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ സെറ്റ് Y1 എന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്നിട്ടുണ്ടാവും. അപ്പൊ സെറ്റ് Y1 എന്ന് പറഞ്ഞ് ഇവിടെ വന്നിട്ട് ഇനിയിപ്പം ഈ X2 ഓൺ ആക്കി കഴിഞ്ഞാൽ ഈ Y1 എന്ന് പറയുന്ന ഔട്ട്പുട്ട് സെറ്റ് ആവുക മീൻസ് അത് ഓൺ ആയിട്ട് നിൽക്കും. ഇനി നമ്മൾ ഈ X2 ഓഫ് ആക്കി കഴിഞ്ഞാലും ഈ ഔട്ട്പുട്ട് Y1 ഓൺ ആയിട്ട് തന്നെ നിൽക്കും. ഇനി അത് ഓഫ് ആകുന്നത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ അതേപോലെ അടുത്ത വേറൊരു ഇതെടുത്തിട്ട് നമ്മൾ റീസെറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അതേ Y1 റീസെറ്റ് ചെയ്യുന്നത് എപ്പോഴാണോ അപ്പോൾ മാത്രമേ അത് റീസെറ്റ് ആവുകയുള്ളൂ, അത് ഓഫ് ആവുകയുള്ളൂ. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, LD സ്പേസ് X3
x3 എൻ്റർ x3 എൻ്റർ കൊടുത്തിട്ട് എന്ത് ചെയ്യാം, നമുക്ക് റീസെറ്റ് ഇവിടെ ആപ്ലിക്കേഷൻ ഇൻസ്ട്രക്ഷൻസിൽ ഫങ്ഷൻസിൽ റീസെറ്റ് എന്ന് പറയുന്നത് കൊടുക്കാം. ഇവിടെ റീസെറ്റ് എന്ന് പറയുന്ന ഇത് ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ അതിൻ്റെ ഇൻസ്ട്രക്ഷൻ്റെ വിൻഡോ പോപ്പപ്പ് ചെയ്ത് വരും. ഇവിടെ നമുക്ക് y1 ആണ് റീസെറ്റ് ചെയ്യേണ്ടത്. അപ്പം y1 എന്ന് കൊടുക്കാം. ഇവിടെ 1 ആക്കിയിട്ട് നമുക്ക് y1 എന്ന് കൊടുക്കാം. y1 എന്ന് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് റൺ ചെയ്ത് നോക്കാം. ഇത് റൺ ചെയ്യുന്നതിന് മുന്നേ ഇത് നമുക്ക് ഈ ഇതിന്റെ നമുക്കിവിടെ സെറ്റ് y1 റീസെറ്റ് y1 എന്നുള്ളത് നമുക്ക് ഷോർട്ട് കട്ടിൽ നമുക്ക് ഇങ്ങനെ ചെയ്യാവുന്ന, അതും കൂടി ഇതിന്റെ കൂടെ കാണിക്കാം. ഇപ്പോ LD സ്പേസ് x4 എൻ്റർ. നമ്മൾ ഇവിടെ അതുപോലെ ഷോർട്ട് കട്ടിൽ അല്ലെങ്കിൽ കീബോർഡിൽ നിന്ന് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെറ്റ് y1 സെറ്റ് SET y1 അല്ലെങ്കിൽ ഇനിയിപ്പോൾ y2 കൊടുക്കുകയാണെങ്കിൽ y2 എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ ഇവിടെ നമുക്ക് വരും സെറ്റ് y2 എന്ന് പറഞ്ഞിട്ട് ഇവിടെ അതേ നേരത്തെ വന്നതുപോലെ ഇവിടെ അതിൻ്റെ ഇൻസ്ട്രക്ഷൻ ഇവിടെ വരും. അപ്പോൾ ഇനി റീസെറ്റ് ചെയ്യാൻ വേണ്ടി റീസെറ്റ് കീബോർഡിൽ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ഇവിടെ LD സ്പേസ് x5 കൊടുക്കാം. x5 എൻ്റർ. ഇനി ഇവിടെ എന്ത് ചെയ്യുക, RST ആണ് റീസെറ്റിന്റെ ഇത് ഷോർട്ട് കട്ട് റീസെറ്റ് RST y2 എന്ന് കൊടുക്കാം. y2 ഓക്കെ. അപ്പോൾ അവിടെ റീസെറ്റ് y2 എന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഇത് കീബോർഡിലൂടെ ചെയ്യുന്നത്, ഷോർട്ട് കട്ടിൽ ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതൊന്ന് റൺ ചെയ്ത് നോക്കാം. റൺ ചെയ്യുമ്പോൾ ഇത് റൺ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇതൊരു പ്രോഗ്രാം ഒന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇത് സിമുലേറ്റർ ഓൺ ആക്കാം. സിമുലേറ്റർ ഓൺ ആക്കിയിട്ട് നമ്മൾ ഇത് ഡൗൺലോഡ് ചെയ്യാം. സിമുലേറ്ററിലേക്ക് എടുത്ത് ഡൗൺലോഡ് ചെയ്യാം. കമ്പൈൽ ചെയ്യാമെന്ന് ചോദിക്കുന്നുണ്ട്. കമ്പൈൽ S കൊടുക്കുന്നു. അപ്പോൾ ഡൗൺലോഡ് ആയിട്ടുണ്ട്. ഇനി ഓൺലൈൻ മോഡിൽ പോയി നോക്കാം. ഓൺലൈൻ മോഡിൽ പോയി നോക്കുമ്പോൾ PLC സ്റ്റോപ്പ് മോഡിലാണുള്ളത്. അതിന് റൺ മോഡിലേക്ക് ഇടാൻ റൺ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് റൺ മോഡിലേക്ക് ഇടാം. ഇനി റൺ മോഡിലേക്ക് ഇട്ടിട്ട് ഇനി നമ്മൾ X0 കൊടുത്തതേപോലെ തന്നെ ഇവിടെ എന്ത് ചെയ്യുക, പുഷ് ബട്ടൺ ഈ ഒരു ബട്ടൺ ഓൺ ആക്കാൻ വേണ്ടിയിട്ട് F2 എന്നുള്ള പറഞ്ഞ ബട്ടൺ ഓൺ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, സെറ്റ് ഓൺ കൊടുക്കാം. സെറ്റ് ഓൺ കൊടുത്തിട്ട് നമ്മളിപ്പോൾ പുഷ് ബട്ടൺ ആണെന്നുണ്ടെങ്കിൽ പുഷ് ബട്ടണിൽ നിന്ന് കൈ എടുക്കുമ്പോൾ അല്ലെങ്കിൽ അത് പുഷ് ബട്ടൺ ഓഫ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാം, പുഷ് ബട്ടണിൽ നിന്ന് കൈ എടുക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, സെറ്റ് ഓഫ് കൊടുക്കുക. സെറ്റ് ഓഫ് കൊടുത്താലും കണ്ടോ ഇതിവിടെ y1 ഓൺ ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. ഇപ്പോഴും y1 ഇവിടെ ഓൺ ആണ്. അപ്പൊ ഈ y1 ഓൺ ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. ഇനി ഈ y1 ഓഫ് ആകുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അപ്പൊ ഇതിപ്പോ ലാച്ചിങ്ങിന്റെ സർക്യൂട്ട് ഒന്നും കൊടുക്കാതെ തന്നെ ഇപ്പൊ എന്ത് ചെയ്തിട്ടുണ്ട്, y1 ഓൺ ആയിട്ട് നിന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആ ലാച്ചിങ്ങിന്റെ സർക്യൂട്ടിന് പകരം നമുക്ക് ഇങ്ങനെയും ഉപയോഗിക്കാം. അപ്പോൾ ഇനി ഇത് ഓഫ് ആക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ഈ റീസെറ്റ് കണ്ടീഷൻ ഓൺ ആക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യുക, ഈ ബട്ടൺ ഓൺ ആക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് സെറ്റ് ഓൺ കൊടുക്കാം. അപ്പോൾ എന്ത് ചെയ്ത് y1 ഓഫായി. അപ്പൊ റീസെറ്റ് വന്നപ്പോൾ എന്ത് ചെയ്തു, റീസെറ്റ് y1ന്റെ ഇൻസ്ട്രക്ഷൻ ഇവിടെ അതിന് കണ്ടീഷൻ ഓൺ ആയപ്പോൾ അത് റീസെറ്റ് y1 ഓഫായി. ഇനി നമുക്ക് ഈ പുഷ് ബട്ടൺ തന്നെ നമ്മൾ കൈ എടുക്കുമ്പോൾ സെറ്റ് ഓഫ് കൊടുക്കുന്നു. അപ്പോൾ പുഷ് ബട്ടണിൽ നിന്ന് ഓഫ് ആക്കുക മീൻസ് അത് സെറ്റ് ഓഫ് കൊടുക്കുന്നു. അപ്പോൾ അങ്ങനെയാണ് സെറ്റ് ബിറ്റ് ഇൻസ്ട്രക്ഷനും റീസെറ്റ് ബിറ്റ് ഇൻസ്ട്രക്ഷനും വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ലാച്ചിങ്ങിന് പകരം ഇതും ഉപയോഗിക്കാം. പിന്നെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. ഇന്നത്തെ വീഡിയോയിൽ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോയിൽ കമന്റ് ചെയ്യുക. അതുപോലെ ഇനിയും ഇതുപോലെയുള്ള വീഡിയോകൾ ലഭിക്കുന്നതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.